അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ലോകത്തെമ്പാടുമുള്ള ഹജ്ജിനായി പോയിട്ടുള്ള പ്രതിനിധികൾ ഇന്ന് അറഫയിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് അറഫ ദിനമാണ് പുണ്യഭൂമിയിൽ. ഈ ദിവസത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ദിനമാണ് യൗമു അറഫ, അറഫ ദിനം എന്നറിയപ്പെടുന്ന ദിവസം. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ യൗമുത്തർവിയ, ദുൽഹജ്ജ് 8 യൗമുത്തർവിയ എന്നറിയപ്പെടാൻ എന്തായിരിക്കാം കാരണം എന്ന പേരിന്റെ കാരണം നമ്മൾ പറഞ്ഞതുപോലെ യൗമു അറഫ എന്ന് ഇന്നത്തെ ദിവസം അറിയപ്പെടാൻ എന്താണ് കാരണം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ എന്താണ് കാരണം എന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു, ഈ ഭൂമി ലോകത്തേക്ക് ആദ്യമായി വന്നപ്പോൾ ആദം അലൈഹിസ്സലാമും ഭാര്യയായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹയും ഈ ഭൂമി ലോകത്ത് വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയ ഇടമായിരുന്നു അറഫ. അതുകൊണ്ട് അവർ പരസ്പരം തിരിച്ചറിഞ്ഞ സ്ഥലം എന്ന നിലക്കാണ് ആ പേര് വന്നത് എന്നഭിപ്രായപ്പെട്ട ആളുകളെ കാണാൻ സാധിക്കും. വേറെ ചില ആളുകൾ അഭിപ്രായപ്പെട്ടത്, വിശ്വാസികളായ ആളുകൾ പരസ്പരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന വിശ്വാസികൾ അവിടെ വെച്ച് പരസ്പരം കാണാനും പരിചയപ്പെടാനുമൊക്കെ, പരിചയം പുതുക്കാനുമൊക്കെ, പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനുമൊക്കെ നിമിത്തമാകുന്ന ഇടം എന്ന നിലക്കാണ് അറഫ എന്ന പേര് വന്നത് എന്ന് വേറെ ചിലർ അഭിപ്രായപ്പെടുന്നു. മറ്റു ചിലർ പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിൻ്റെതായ പ്രഖ്യാപനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അറഫാത്തിൽ വെച്ച് ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തതിന്റെ ശേഷം ചോദിച്ചു അത്രേ, ഹൽ അറഫ്ത്, മനസ്സിലായോ? അപ്പൊ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അറഫ്തു, എനിക്ക് മനസ്സിലായി, ഞാൻ മനസ്സിലാക്കി എന്നിങ്ങനെ പറഞ്ഞു എന്ന് വേറെ ചില അഭിപ്രായങ്ങൾ. ഇതിനൊന്നും തെളിവില്ല. ഇതൊക്കെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായി ഖുർആനിലോ ഹദീസിലോ ഒന്നും രേഖല്ല. പണ്ഡിതാഭിപ്രായങ്ങളിൽ ഇങ്ങനെയൊക്കെ കാണുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അറഫാ ദിനത്തിന്റെ പ്രത്യേകതയാണ്. അറഫാ ദിനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ വിശദ വിവരങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഒന്ന്, ഈ ദിനത്തിലാണ് ഇസ്ലാം സമ്പൂർണമായത്. ദീനുൽ ഇസ്ലാമിന്റെ പൂർണ്ണമായ നിയമങ്ങൾ, ഇത് ഇസ്ലാം ദീനിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമാകുന്ന നിഅമത്തിനെ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനമുണ്ടായത് ഒരു അറഫാ ദിനത്തിലാണ്. ഇതുപോലെ ഒരു അറഫാ ദിനത്തിലാണ്. ഒരു അറഫാ ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിടവാങ്ങൽ ഹജ്ജ് ഒരു വെള്ളിയാഴ്ച അറഫാ ദിനത്തിൽ അറഫയിൽ അല്ലാഹുവിന്റെ റസൂൽ നിൽക്കുന്ന വേളയിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഏതായത്ത്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തെ ദിവസം ഇതാ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, ഇസ്ലാമാകുന്ന എൻ്റെ നിഅമത്തിനെ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, നിങ്ങൾക്ക് ദീനായിട്ട് ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഇറങ്ങിയ ദിവസമാണത്. അതുകൊണ്ട് തന്നെ യഹൂദികളൊക്കെ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, എന്ത്, ഞങ്ങൾക്കാണ് നിങ്ങൾക്ക് ഇറങ്ങിയതുപോലുള്ള ഈ ആയത്ത് ഇറങ്ങിയിരുന്നതെങ്കിൽ ഞങ്ങൾ അതൊരാഘോഷാക്കുമായിരുന്നു, അത്ര വലിയ പ്രഖ്യാപനമല്ലേ നടന്നത് ആ ദിവസം. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, അത് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഞങ്ങൾക്ക് ആ ദിവസം, ഏത് ദിവസം അള്ളാഹിന്റെ റസൂൽ ഏത് സ്പോട്ടിൽ നിൽക്കുമ്പോൾ, എവിടെ വെച്ച് ഏത് ദിവസത്തിലാണ് ആയത്തിറങ്ങിയത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ജുമാ ദിനത്തിൽ അവിടെ നിന്ന് നിൽക്കുമ്പോഴാണ് അവിടുത്തേക്ക് ആയത്തിറങ്ങിയത്. ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ഇതന്നെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ അറഫാ ദിനം, ദുൽഹജ്ജ് 9 അറഫാ ദിനം ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈദിന്റെ ദിവസമാണ്. നമുക്ക് ഈദല്ല. നമുക്ക് ഈദാണെങ്കിൽ നമുക്ക് നോമ്പെടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഹാജിമാരല്ലാത്തവർക്കാണ് അറഫാ ദിനത്തിൽ നോമ്പുള്ളത്, ഇവർക്ക് നോമ്പില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹദീസിൽ കാണാം, യൗമ അറഫ വ യൗമുൻ നഹർ വ അയ്യാമു തശ്രീഖ് ഈദുനാ അഹ്ലുൽ ഇസ്ലാം വഹിയ അയ്യാമു അക്ലിൻ വ ശുർബിൻ. ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, അറഫാ ദിനവും അറവിന്റെ ദിവസവും
അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ 11, 12, 13 ആ ദിവസങ്ങളും ഈദുനാ അഹ്ലുൽ ഇസ്ലാം, മുസ്ലിമീങ്ങളായ നമുക്ക് ആഘോഷത്തിന്റെ ദിവസമാണ്. വഹിയ അയ്യാമു അക്ലിൻ വശുർബിൻ. അപ്പൊ അതുകൊണ്ടാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈദും കൂടിയാണ്, ആ ദിവസവും അവർക്ക് ഈദാണ്. ഇനി മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്താണ്? അള്ളാഹു ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞ ഒരു ദിവസമാണിത് എന്നാണ് മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെടുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് തിർമിദിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? വിശുദ്ധ ഖുർആനിൽ കാണാമെന്ത്? വശാഹിദിൻ വമശ്ഹൂദ് വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. അല്ലാഹ് സത്യം ചെയ്ത് പറഞ്ഞതാണെന്ത്? ആകാശത്തെക്കുറിച്ച് പറഞ്ഞു. യൗമിൽ മൗഊദ് ഖിയാമത്ത് നാളാണ്, അതിനെക്കുറിച്ച് പറഞ്ഞു. വശാഹിദിൻ വമശ്ഹൂദ് എന്നിടത്ത് ഷാഹിദ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസവും വമശ്ഹൂദ് എന്ന് പറഞ്ഞാൽ അറഫാ ദിനവുമാണ് എന്നാണ് ആ വിഷയത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അള്ളാഹു സത്യം ചെയ്ത് എടുത്തു പറഞ്ഞൊരു ദിനവും കൂടിയാണ് അറഫാ ദിനം. നാലാമത്തെ പ്രത്യേകത അന്നതാ ഹാജിമാരല്ലാത്തവർക്കൊക്കെ അന്ന് നോമ്പെടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. നബി തങ്ങൾ ചോദിക്കപ്പെട്ടു, അറഫാ ദിനത്തിലെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തു, എന്ത്? യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞ കാല ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും, വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ ചെറുദോഷങ്ങളിൽ നിന്നും അത്തരം വലിയ പാപങ്ങളൊക്കെ വരാതെ നമുക്ക് കാവലും കിട്ടും. അങ്ങനെ 2 കൊല്ലത്തേക്കുള്ള പ്രത്യേകമായ പ്രൊട്ടക്ഷനും ആ നിലക്കുള്ള പ്രാധാന്യവും അടങ്ങിയിട്ടുള്ള നോമ്പാണത്. അപ്പൊ അത് അവിടെ ഹാജിമാര് അവിടേക്ക് അറഫയിൽ നിൽക്കുന്നവർക്കില്ല, മറ്റുള്ള ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്ത് ചെയ്യണം? നോമ്പെടുക്കണം. പിന്നെ അതിൽ ആളുകൾ സംശയങ്ങളൊക്കെ ഉണ്ടാക്കണത് അവിടെ അറഫയിൽ നിൽക്കുമ്പോ തന്നെയാണോ എല്ലായിടത്തും പിന്നെ നോമ്പെടുക്കേണ്ടത്? അത് നമ്മൾക്ക് പറയേണ്ടതില്ല. അവിടെ നിൽക്കുന്ന സമയത്ത് അത് അറഫാദിന് അവിടെ ഓരോ പ്രദേശങ്ങളിലും എന്നാണോ ദുൽഹജ്ജ് 9 വരുന്നത് അത് കണക്കാക്കിയിട്ട് അന്ന് നോമ്പെടുക്കുക. അതാണ് ആ വിഷയത്തിൽ നമുക്ക് പ്രായോഗികമായിട്ടുള്ള രീതിയും രൂപവും അതാണ് എന്നാണ് ഈ അവസരത്തിൽ അതിനെ സംബന്ധിച്ച് വളരെ ചുരുക്കത്തിൽ പറയാനുള്ളത്. ഇനി അഞ്ചാമത്തെ ഒരു പ്രത്യേകത എന്താണ്? അന്നത്തെ ദിവസം അതാ പാപമോചനത്തിന്റെ നാളുകളാണ്, പാപമോചനത്തിന്റെ ദിവസമാണ്. നരകത്തിൽ നിന്ന് ധാരാളം ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണ്. അതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മാമിൻ യൗമിൻ അക്സറ മിൻ, അതേ ഏത് ദിവസങ്ങളെക്കാളും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ മിനന്നാരി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വേറെ ദിവസമില്ല. മിൻ യൗമി അറഫ, അറഫാ നാളിനെ പോലെ. അപ്പൊ നമുക്കൊക്കെ നമ്മൾ ആ പുണ്യം പ്രതീക്ഷിക്കുകയാണ്, നമ്മളെല്ലാവരും ദുആ ചെയ്യണം. വഇന്നഹു ലയദ്നു സുമ്മ യിബാഹി ബിഹിമുൽ മലായിക, അറഫാത്തിൽ ഒരുമിച്ച് കൂടിയ അവന്റെ അടിമകളെ നോക്കിയിട്ട് അല്ലാഹു വന്ന് അഭിമാനം പറയും, ഓ മലായിക്കത്തുകളെ, മാറാദ ഹൗലാ, എന്താണ് ഇവർക്ക് വേണ്ടത്? എല്ലാവരും അവിടുന്ന് ചോദിക്കുന്നത് സ്വർഗ്ഗാണ്, എല്ലാവരും കാവൽ തേടുന്നത് നരകത്തിൽ നിന്നാണ്, എല്ലാവരും ചോദിക്കുന്നത് പാപം പൊറുക്കണേന്നാണ്. മലക്കുകളോട് അല്ലാഹു പറയും, എല്ലാം ചോദിച്ചൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നു. അപ്പൊ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി അഭിമാനം പറയുന്നത്. അവരെ പറ്റി അഭിമാനം പറയും അല്ലാഹു എന്നാണ്. അതുകൊണ്ട് ആ ദിവസത്തിലെ പിന്നെ ഏറ്റവും കൂടുതൽ പാപമോചനത്തിന്റെ നാളുകളാണ്. നരകമോചനത്തിന്റെ ദിവസമാണ്, പാപമോചനത്തിന്റെ ദിവസമാണ്, അല്ലാഹു അഭിമാനം പറയുന്ന ദിവസമാണ്. അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസത്തെ ദുആ, ആ ദുആക്ക് പ്രത്യേകതയുണ്ട്. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, അറഫാ ദിനത്തിലെ ദുആ ഏറ്റവും പ്രാർത്ഥന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഖൈറായ ദുആയാണ്. അന്ന് നമ്മൾ പറയുന്ന ദിക്റുകളിൽ ഏറ്റവും ഉത്തമമായത് വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്കറിയാം ഇതിന്റെ ആശയം തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. മുശ്രിക്കുകൾക്കും ശിർക്കന്മാർക്കും ശിർക്കിന് പ്രോത്സാഹനം നൽകുന്ന അവരുടെ നേതാവായ ഇബ്ലീസിനും വല്ലാത്ത വിഷമം തോന്നുന്ന ദിവസമാണ്. ഇബ്ലീസ് പൊട്ടിക്കരയുന്ന ദിവസമാണ്. തൗഹീദിന്റെ വക്താക്കൾ സന്തോഷിക്കുന്ന ദിവസമാണ്. തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. അപ്പൊ അത്രയും പ്രാധാന്യവും മഹാത്മ്യമൊക്കെ ഇതിനുണ്ട്, അറഫാ ദിനത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി തക്ബീർ ചൊല്ലുന്നത് അന്നത്തെ ദിവസം അറഫാ ദിനത്തിന്റെ അന്ന് സുബഹി നിസ്കാരത്തിന്റെ ശേഷം മുതൽ തുടങ്ങാം.
അറഫാ ദിനത്തിന്റെ അന്ന് സുബഹി നിസ്കാരം ജമാഅത്തിന്റെ ശേഷം മുതൽക്ക് തുടങ്ങാം ഏഴ് തക്ബീർ. ഫർദ് നിസ്കാരങ്ങളുടെ പിറകെ ചൊല്ലുന്ന തക്ബീറുകൾ അന്ന് മുതൽക്ക് ആരംഭിക്കാമെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. ആ വിഷയത്തിൽ ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു ഹദീസും വന്നിട്ടില്ലെങ്കിലും സഹാബിമാരിൽ നിന്നും പലരിൽ നിന്നും അഭിപ്രായപ്പെട്ട വാക്കുകളായിക്കൊണ്ട് ആ വിഷയങ്ങളിൽ ധാരാളം ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കൃത്യമായ ഒരു സമയം പറയാതെ നിരുപാധികം നമുക്ക് തക്ബീറുകൾ വർദ്ധിപ്പിക്കാവുന്ന ദിവസങ്ങളാണ് ഈ ദുൽഹജ്ജിന്റെ ദിവസങ്ങൾ മുഴുവനും. ഈ ദുൽഹജ്ജ് 10ന്റെ ആദ്യ നാളുകളും അയ്യാമത്ത് ശരീക്കും ഒക്കെ നമുക്ക് തക്ബീറുകൾ അധികരിപ്പിക്കാവുന്ന ദിവസങ്ങളാണ്. അപ്പൊ നമ്മൾ തക്ബീറും തഹ്ലീലും തസ്ബീഹും ഒക്കെ നമ്മൾ അധികരിപ്പിക്കണം. ഏത് സൽക്കർമ്മങ്ങൾക്കും കൂടുതൽ കൂടുതൽ പുണ്യം കിട്ടുന്ന ദിവസമാണ്. അതൊക്കെയും നമ്മൾ ചെയ്യുവാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളും അതുപോലെ തന്നെ പുണ്യഭൂമിയിൽ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരുടെ അമലുകളുമൊക്കെ പരിപൂർണമായും സ്വീകരിക്കട്ടെ. പാപങ്ങൾ പുറത്തു തരട്ടെ. സ്വർഗത്തിൽ ഇടം തേടുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.